ഹലോ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്ഥിരമായിട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സിലും മറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 5 കെമിക്കൽസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫേറ്റ്സ്, നമ്മൾ ഷാമ്പൂലും അതിലൊക്കെ യൂസ് ചെയ്യുന്ന സൾഫേറ്റ്സ്, അതുപോലെ തന്നെ സിന്തറ്റിക് ഫ്രേഗ്രൻസസ്, നമ്മൾ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബീഡ്സ് ഉണ്ടല്ലോ, അതിനകത്തുള്ളൊരു പോളിയെത്തിലിൻ മൈക്രോ ബീഡ്സ്, അതുപോലെ തന്നെ സൺസ്ക്രീൻ, ഓക്സിബെൻസോൺ എന്നൊക്കെ പറയുന്ന കെമിക്കൽസ് ഒക്കെ ഉള്ള സൺസ്ക്രീൻ, അതേപോലെ പാരബിൻസ്, ഇതൊക്കെ നമ്മുടെ ഈ ഫാക്ടറികളിൽ നിന്നൊക്കെ ആദ്യം തന്നെ അവർ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ സാധാ വെള്ളത്തിലും അതുപോലെ കടലിലൊക്കെ മിക്സ് ആവും. അത് മിക്സ് ആകുമ്പോൾ ആ വെള്ളം കുടിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, അതുപോലെ തന്നെ മീനുകൾക്കൊക്കെ ഈവൻ DNA മ്യൂട്ടേഷനും ടിഷ്യൂ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പക്ഷികളെയും മൃഗങ്ങളെയും മീനുകളൊക്കെ കഴിക്കുന്ന മനുഷ്യന്മാർക്കും ഇൻഡയറക്ട്ലി എഫക്റ്റ് ആവും. അതുപോലെ തന്നെ കോറൽസ് ഒക്കെ നശിക്കും. അങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഉള്ള പ്രോഡക്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, നമ്മുടെ പ്രകൃതിനെ സംരക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ.